പറയാനുള്ളത്. അത് ഗണേശൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല. ഉള്ളത് പറയാം. ശ്രീ പത്മനാഭ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും പരസ്പരം ചെളിവാരി എറിയാനും നമ്മളെ പറ്റിക്കാനുമുള്ള ശക്തി കൊടുക്കണേ. ഇന്ന് ഏതെങ്കിലും ഐശ്വര്യമുള്ള നേതാവിൻ്റെ കുത്തിത്തിരിപ്പ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. അല്ല, നമ്മളെ ഗണേശനല്ലേ ലോ പോണത്, കാണാതെ പോണ്. ഗണേശോ അതെന്തൊരു പുതിയ രീതിയിലുള്ള വിളിയാപ്പാ. ഗണേശോ, മാമേ മാമേ, ഗണേശോ. അയ്യോ, എന്തരോ പറ്റിയല്ലേ. എന്തരോ ആവട്ടെ. ഗണേശ, നമ്മളെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് വല്ല അറിവുണ്ടാ? മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം, ഹിമാലയം, എവിടേക്കാ പോകുന്ന ആർക്ക് പറഞ്ഞു? എവിടെ പോയിന്ന്? എവിടെ പോയാലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ. സ്വന്തം പെറ്റകളയ്ക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ്. കോൺഗ്രസ്സുകാർക്കും അറിഞ്ഞൂടെ ഗണേശ? കോൺഗ്രസ്സുകാരോട് വെച്ചാൽ അറിഞ്ഞേ കൂടാ. അല്ല, കൂടെ ഒരാൾ പെട്ടിയും തൂക്കിക്കൊണ്ട് നടക്കണുണ്ടല്ലേ. എന്നാൽ അയാളെ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ചയെ കിടക്കുന്ന ഒരാൾ നടപ്പുണ്ട്. ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ? പിന്നെ ബോബനും മോളിയും ആരും വായിക്കാത്തത്? ഇപ്പം ബോബനും മോളിയും കാണാനില്ലല്ലേ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ബോവനമോളി. ഓ, അവരെ പേരിപ്പോൾ അങ്ങനെ ആക്കിയാ? മാമ അറിഞ്ഞില്ലല്ലേ? അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം, എല്ലാ ചതുരത്തിനകത്തും ബോവനമോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി കിടച്ചാടാണ്. നൊട്ടി പട്ടിയാണ്, പൂച്ചയല്ല. പട്ടി പട്ടി. ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞു. ഞാൻ ഇനി പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് അസഭ്യമാവേണ്ട, പൂച്ച എന്ന് വിളിക്കാം. പൂച്ചയാകുമ്പോൾ വലിയ അപകടം. പൂച്ചയായാലും പട്ടിയായാലും നൊട്ടിയായാലും ആരേ ഉദ്ദേശിച്ചാണല്ലേ ഗണേശൻ അത് പറഞ്ഞത്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം. അപ്പം വേണുവിനെ ഉദ്ദേശിച്ചത്. കൊള്ളാം. ശ്രദ്ധിച്ചില്ല, അയാളെ പൂച്ചയായിട്ട് എല്ലായിടത്തും കണ്ടുകൂടെ? ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ? ഓവൻ്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ. നമ്മളെ പ്രേമേന്ദ്രനെ കുറിച്ച് എന്തിനാന്ന് പറയാനുള്ളത്? എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാ? നിങ്ങൾക്ക് സംശയിക്കണ്ട. ഒറ്റയ്ക്കൊന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ ഗണേശ, അങ്ങാരെ പൂജാമുറിയിലൊന്നും ചെന്ന് കയറി കൊടുക്കല്ലേ. ഗണേശൻ്റെ കിടപ്പ് മുറിയെക്കുറിച്ച് പറയാൻ ഒരാൾ വരണം. നില്ലേ പുകളല്ലേ. കിടപ്പുമുറിയിൽ നിന്ന് ഗണേശൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ശരി തന്നെ. ഇത്തിരി കുടുംബങ്ങൾക്കൊരു മനസ്സമാനം ഉണ്ട്. അതൊക്കെ പോട്ടെ. ഷിബുവിനെ വർഗീയവാദി എന്നൊക്കെ ഗണേശൻ പറയുന്നതായിട്ട് അതെന്തരാണ്? എനിക്കൊരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാനിതുവരെ പോയിട്ടില്ല. ഈ പൈതൃകം എന്നൊക്കെ പറയുന്നത് എന്തരോ ഉദ്ദേശിച്ചൊരു കുട്ടി പറച്ചിലാണല്ലേ ഷിബുവേ. തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളുണ്ടാകും, പക്ഷെ ആ പൈതൃകം വ്യതിചലിച്ച് ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും. നിങ്ങളും കാണുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ ശരി തന്നെ. ആ ഒരു വിശ്വാസം എപ്പോഴും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിലൊരു തർക്കവുമില്ല. ഈ പൂരപ്പാട്ടിന് കൊണ്ടുപോകുന്നവർ അവർ കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കും എന്നുള്ള നിലയിലേക്ക്, അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി ആസ്വദിച്ചിരിക്കുന്നു. പൂരപ്പാട്ടിൻ്റെ റോളിൽ ഗണേശൻ കുറേ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് ശരി. അപ്പോൾ പൂരപ്പാട്ട് കലാകാരനാണല്ലേ ഗണേശൻ? അത് മാമൻ അറിഞ്ഞൂടാ? ഗണേശൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല. അയ്യോ, അത് കേൾക്കാനുള്ള ചാഴി ഈ മാമനില്ലേ? ഗണേശൻ്റെ ഈ കഥകളൊക്കെ പാണന്മാർ ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കണേ. യാതെ വാ.